ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമുക്ക് ഒരു അടിപൊളി 4 മണി പലഹാരം ആക്കി വയ്ക്കാമല്ലോ. ചൂട് നല്ല മൊരിഞ്ഞ പഴംപൊരിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ 4 മണി പലഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള സാധനത്തിലേക്ക് നോക്കാം. 2 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 2 കയ്യിൽ പഞ്ചസാര ആട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയിട്ട് മധുരം നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതാ ഒരു തിരി വെപ്പക്കാരം ഇട്ട് കൊടുക്കാം. ഒരു നുരുമ്പ് മതിയേ, അത്ര മതി. പിന്നെ നല്ലോണം കൈ കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് നല്ലോണം കൈ കൊണ്ട് ഇളക്കി കൊടുക്കും കേട്ടോ. നല്ലോണം അങ്ങോട്ട് കൈ കൊണ്ട് ഇളക്കണുണ്ടോ നല്ലത്. എന്നാലേ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റിൽ ഇങ്ങനെ കിട്ടണം. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി പഴം മുറിക്കാൻ തുടങ്ങാം. പഴം മുറിച്ച് ഇതേപോലെ നല്ല നേരിയതാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കാം. ഇത് നല്ലോണം അതിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതിലേക്ക് പഴം ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാൻ വെക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ലോണം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഏകദേശം നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. നല്ല മൊരിഞ്ഞിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗമൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മൊരിഞ്ഞ പഴംപൊരി ഇതാ നമുക്ക് കിട്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുക്കാം. നല്ലോണം ഊറ്റിയതിന് ശേഷം എണ്ണ നല്ല ഊറ്റിയതിന് ശേഷം എടുക്കണം കേട്ടോ. എന്നാലേ അതിൽ എണ്ണ പിടിക്കാതെ നിൽക്കുള്ളൂ. പഴംപൊരിയിൽ എണ്ണ പിടിക്കാതെ നിൽക്കണമെങ്കിൽ നല്ല ഊറ്റി നിൽക്കണം കേട്ടോ. ഇത് പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലോണം മൊരിഞ്ഞ് കിട്ടട്ടെ. ബാക്കിയുള്ളതും കൂടി അങ്ങനെ നമുക്ക് ചെയ്താൽ നോക്കാം. ഏകദേശം നല്ലോണം അങ്ങോട്ട് ഇളക്കി മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ലെവലായി കിട്ടുള്ളൂ. എല്ലാ ഭാഗവും ഒരേപോലെ ലെവലായി കിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിതാ ഏകദേശം കഴിയാനായിരിക്കുന്നു. അപ്പോൾ ഇതാ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇനി ബാക്കിയുള്ളതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പഴംപൊരി റെഡി ആയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് കാട്ടി തരുന്നത്. നമ്മൾ കുറേ ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ. അതിൽ കുറേ കിട്ടിയിരിക്കുന്നു നമുക്ക്. ഇതാ പഴംപൊരി, നല്ല മൊരിഞ്ഞ പഴംപൊരി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണേ.